തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ ബംഗാളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലിനെ ചൊല്ലി തൃണമൂൽ കോൺഗ്രസ് ബി.ജെ.പി പോര് കനക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ കൺസൾട്ടൻസി സ്ഥാപനമായ ഐപാക്കുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നത്. കേന്ദ്ര ഏജൻസി തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി രേഖകൾ മോഷ്ടിച്ചതായി ആരോപിച്ച് റെയ്ഡിന് പിന്നാലെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തി. പാർട്ടി വിവരങ്ങൾ അടങ്ങിയ പ്രധാന ഫയലുകൾ അനധികൃതമായി ഇ.ഡി കയ്യേറിയെന്നാണ് മമത ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചോർത്താനുള്ള ബി.ജെ.പിയുടെ നീക്കമാണ് ഇത് എന്നും തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. മുഖ്യമന്ത്രി റെയ്ഡുകൾ തടസ്സപ്പെടുത്തി എന്നാരോപിച്ച് ഇ.ഡി പിന്നീട് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു. മമതാ ബാനർജിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്ന സംഘത്തിലെ പ്രധാന അംഗമായ പ്രദീപ് ജെയിനിന്റെ വസതിയിലും സാൾട്ട് ലേക്ക് സെക്ടർ 5-ലുമുള്ള ഗോദ്രേജ് വാട്ടർ സൈഡ് കെട്ടിടത്തിലെ കമ്പനിയുടെ ഓഫീസിലുമാണ് ഇ.ഡി റെയ്ഡ് നടത്തിയത്. റെയ്ഡിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ ടി.എം.സി നേതാക്കൾ സാൾട്ട് ലേക്ക് ഓഫീസിന് പുറത്ത് പ്രതിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് തന്ത്രം, 2026 തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക, രഹസ്യ പാർട്ടി രേഖകൾ എന്നിവ കൈക്കലാക്കുന്നതിനാണ് റെയ്ഡുകൾക്ക് ഉത്തരവിട്ടത് എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വാദം. തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വിവരങ്ങൾ ശേഖരിക്കാൻ അമിത്ഷാ അയച്ചതാണ് ഇ.ഡി എന്നതായിരുന്നു മമതയുടെ ആരോപണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നിയന്ത്രിക്കണമെന്ന് മമത ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ മാന്യമായി രാഷ്ട്രീയമായി പോരാടണം. ഞങ്ങളുടെ IT സെൽ ഓഫീസിൽ എന്തിനാണ് റെയ്ഡ് നടത്തുന്നത്? തങ്ങളുടെ വോട്ടർമാരുടെ പേര് വെട്ടിക്കളയുന്നു. ഇത് തുടർന്നാൽ ബംഗാളിൽ നിന്ന് ഒരു സീറ്റ് പോലും ബി.ജെ.പിക്ക് കിട്ടില്ല എന്നും മമത പറഞ്ഞു. അതേസമയം കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡുകൾ നടന്നത് എന്നും കുറ്റകൃത്യത്തിൽ നിന്നുള്ള വരുമാനം ഐപാക്കിലേക്ക് മാറ്റി എന്നുമുള്ള ആരോപണമാണ് റെയ്ഡിന് പിന്നിലെ എന്നാണ് ഇ.ഡിയുടെ നിലപാട്. മമതയ്ക്കെതിരെ ബി.ജെ.പിയും രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇ.ഡിയുടെ അന്വേഷണം തടസ്സപ്പെടുത്തി ഇ.ഡി റെയ്ഡ് ചെയ്ത 2 സ്ഥലങ്ങളിലും മുഖ്യമന്ത്രി നേരിട്ടെത്തിയത് സംഘർഷങ്ങൾക്ക് വഴിവെച്ചു. പശ്ചിമബംഗാളിൽ ഒന്നും ഒളിച്ചുവെക്കാനില്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഔദ്യോഗിക അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നത് എന്തിനാണ് എന്നായിരുന്നു ബി.ജെ.പി നേതാവ് പ്രതികരിച്ചത്.